പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് നാം പ്രത്യേകമായി ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ബുദ്ധി എന്ന ദൈവിക ദാനത്തെക്കുറിച്ചാണ്. തിരുവചനത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കുമെന്ന്. ആരാണ് ഈ അവൾ? അത് പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനമാണ്, നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവം തന്നെ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, സകലതും അറിയുന്ന അവൾ എന്ന തിരുവചനത്തിന്റെ ചുരുളഴിയുമ്പോൾ അവൾ, അതായത് പരിശുദ്ധാത്മാവായ ദൈവം എന്നെ മുഴുവനായും അറിയുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ നന്മകൾ, ദൈവം എനിക്ക് തന്ന സാധ്യതകൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ, എൻ്റെ പരാജയങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള ഭയങ്ങൾ, എൻ്റെ ജീവിതത്തിലെ വിജയങ്ങൾ, നാളത്തെ എൻ്റെ ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭാവി, ഇവയെല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവായ ദൈവം പറയുന്നു, അവൾ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കുമെന്ന്. അതെ, നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവം തന്നെ നമ്മളെ ബുദ്ധിപൂർവ്വം നയിക്കുമെന്ന് തിരുവചനം വാഗ്ദാനം ചെയ്യുന്നു. ഇനി മുന്നോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി പലപ്പോഴും നിൽക്കുമ്പോൾ, ചില തിന്മയുടെ ശക്തികളിൽ നാം പെട്ടുപോകുമ്പോൾ, എന്തു ചെയ്യണമെന്നോ, എന്തു പറയണമെന്നോ, എന്തു പ്രവർത്തിക്കണമെന്നോ, എങ്ങനെ ജീവിക്കണമെന്നോ നമുക്കറിയില്ല എങ്കിലും പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചേർന്ന് നിന്നാൽ ആ ആത്മാവ് തൻ്റെ ബുദ്ധിയാൽ നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മെ തന്നെ നയിക്കുന്ന നമ്മുടെ സ്വഭാവ പ്രത്യേകതകളെ നമുക്ക് ഒഴിവാക്കാം. സകലതും അറിയുന്ന, നമ്മെ മുഴുവനായി മനസ്സിലാക്കുന്ന നമ്മുടെ പരിശുദ്ധാത്മാവായ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.